എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈ വർഷത്തെ ഞങ്ങളുടെ നാലമ്പല ദർശനത്തിന്റെ ഇത്തവണ ഞങ്ങളോടൊപ്പം നാഗപ്പൂരിലുള്ള ചേട്ടനും ചേട്ടത്തിയമ്മയും ഉണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഇടദിവസമാണ് പോയത്, അതുകൊണ്ട് തിരക്ക് അനുഭവപ്പെട്ടില്ല. നന്നായിട്ട് ദർശനം നടത്തുവാനും സാധിച്ചു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പുണ്യദർശനമാണ്. രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നു. ദശരഥ പുത്രന്മാരായ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഓരോ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പേ ദർശനം പൂർത്തിയാക്കുന്നതാണ് ഉത്തമം. രാമപുരത്ത് ഈ 4 പ്രതിഷ്ഠകളും കേവലം 7 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും രാമപുരത്താണ് ദർശനം നടത്താറ്. ഇവിടുത്തെ പ്രധാന വഴിപാട് അമ്പും വില്ലുമാണ്. അവിടെ ഉപദൈവങ്ങളായി ഭദ്രകാളിയും ഭക്തഹനുമാനും മഹാഗണപതിയുടെയും പ്രതിഷ്ഠയും ഉണ്ട്. രണ്ടാമതായി കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത്. ഓരോ ക്ഷേത്രത്തിലെയും പ്രധാന വഴിപാട് വിവരങ്ങൾ അവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ചതുർബാഹു സമർപ്പണവും അരമണി സമർപ്പണവുമാണ് ലക്ഷ്മണസ്വാമിക്ക് പ്രധാനം. അടുത്തതായി ഞങ്ങൾ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത്. അവിടുത്തെ പ്രധാന വഴിപാട് ശംഖ് സമർപ്പണമാണ്. ഉപദേവ പ്രതിഷ്ഠയായ മഹാദേവന്റെ സന്നിധിയിൽ പറനിറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീരാമദേവന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് രാജ്യം ഭരിച്ച രാമായണ സന്ദർഭം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിതൃപ്രീതിക്കായി മീനൂട്ട് വഴിപാട് നടത്താനും അവിടെ അവസരമുണ്ട്. ഭരതക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കർക്കിടക മാസത്തിൽ ഭക്തർക്കായി എല്ലാ ദിവസവും നൽകി വരുന്ന അന്നദാനം. കഞ്ഞിയും പയറും അച്ചാറുമാണ് നൽകാറ്. അരിയും പയറും വഴിപാടായി സമർപ്പിക്കാവുന്നതുമാണ്. നാലാമതായി മേദിരി ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ദർശനം നടത്തിയത്. അവിടുത്തെ പ്രത്യേകത 2 വൈഷ്ണവഭാവങ്ങളായ സന്താന ഗോപാലനും ശത്രുഘ്ന സ്വാമിയെയും ഒരേ ബിംബത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ചുറ്റമ്പലത്തിന്റെ പുറം ഭിത്തിയിൽ രാമായണ കഥാ സന്ദർഭങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ശ്രീചക്ര സമർപ്പണവും കുട്ടികളുടെ രോഗശമനത്തിന് തൊട്ടിൽ സമർപ്പണവുമാണ് പ്രധാന വഴിപാട്. തുടർന്ന് ഞങ്ങൾ ശ്രീ പോർക്കിലി ഭഗവതിയെയും തൊഴുതു. ദശരഥ പുത്രന്മാർ 4 പേരെയും തൊഴുതതിനു ശേഷം വീണ്ടും ശ്രീരാമ സന്നിധിയിൽ തിരിച്ചെത്തുമ്പോഴാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത്. ഐതിഹ്യമനുസരിച്ച് സീതാവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ ലങ്കയാത്രയിൽ താൻ സഞ്ചരിച്ച വഴിയിലൂടെ വീണ്ടും സഞ്ചരിച്ച് ചുറ്റും കാടും മലയും നിറഞ്ഞ കിഴക്കുവശത്ത് നദിയും പടിഞ്ഞാറ് പാടവുമുള്ള അതിമനോഹരമായ അന്തരീക്ഷം കണ്ട ഭഗവാൻ ആൽമര ചൂട്ടിൽ വിശ്രമിക്കുകയും പിന്നീട് അവിടെ സാന്നിധ്യമാവാൻ തീരുമാനിക്കുകയും ചെയ്തു. ജ്യേഷ്ഠനെ അന്വേഷിച്ചു വന്ന അനുജന്മാർ 3 പിന്നീട് അടുത്തു തന്നെ സാന്നിധ്യമാവുകയാണ് ചെയ്തത്. രാമന്റെ ദുഃഖം ശമിപ്പിച്ച മണ്ണാണ് രാമപുരം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾക്ക് സഹസ്രാബ്ദങ്ങൾ പഴക്കവുമുണ്ട്.